എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യലുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ തേജുട്ടൻ്റെ ചോറൂണായിരുന്നു കേട്ടോ. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 20 വീഡിയോ എഡിറ്റ് ചെയ്ത് വരാനും പിന്നെ ചോറിൻ്റെ ഫോട്ടോ കിട്ടാനും ഒക്കെ നേരം വൈകി. അതിൻ്റെ ഇടയിൽ എനിക്ക് ചെറുതായി മടിയും കൂടിയോണ്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് നമ്മൾ ഇത്രയും നേരം വൈകിയത് കേട്ടോ. ചോറിൻ്റെ തലേ ദിവസം ഞാനും കാശും കൂടി ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോയിരുന്നു കേട്ടോ. വൈകുന്നേരം അന്ന് കൂട്ടപ്രാർത്ഥനയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വന്നൊരു സമയത്ത് ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പ്രതിഷ്ഠയ്ക്ക് ശേഷം ഞാൻ ഇപ്പോഴാണ് പോകുന്നത്. ആ സമയത്തേക്ക് പോകാൻ പറ്റില്ല, വേറെ നല്ല ഗർഭിണിയായിരുന്നു. 8-ാം മാസമായി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. എന്നതിന് ശേഷം ഞാൻ ഇപ്പോഴാട്ടോ ഞങ്ങളുടെ അമ്പലത്തിലേക്ക് പോകുന്നത്. അവിടെ കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിച്ച് വേഗം പോന്നിട്ടുണ്ടായിരുന്നു. കൂട്ടപ്രാർത്ഥന അധികം നേരം നിൽക്കാൻ പറ്റില്ല. വേറെ ഒന്നുമില്ല, തേജുവിൻ്റെ അമ്മേൻ്റെ അടുത്ത് ആക്കിയിട്ടാണല്ലോ വന്നത്. തേജു എന്നെ കാണാതെ കരയും. അപ്പോൾ ഇതായിരുന്നു ഗുരുവായൂരിലേക്ക് ഞാൻ വാങ്ങിച്ചിരുന്ന സെറ്റ് സാരി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലുക്ക് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ട കമൻറ്റിൽ പറയണം കേട്ടോ. വലിയ ലുക്കൊന്നും ഇല്ല, ഞാൻ എങ്ങനെ മുടിയിട്ടാൽ എൻ്റെ ലുക്ക് അങ്ങനെ തന്നെ കേട്ടോ. ഷൈജേട്ടൻ്റെ ചെറിയ അമ്മായിയാണ്, പിന്നെ നാത്തൂനും ഏട്ടനെല്ലാവരും മാറ്റി ഒരുങ്ങിയിട്ടിട്ട് ഞങ്ങൾ 2 മണിക്ക് എണീറ്റിന് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ 3:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കഴിക്കാനുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഉപ്പുമാവ് എൻ്റെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ പപ്പടം കാച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ചെറിയ പഴവും പിന്നെ കുടിവെള്ളം, അങ്ങനെ പാത്രം ഗ്ലാസ് കുറച്ച് കാര്യങ്ങളായിട്ടാണ് കരുതിയത്. പിന്നെ യാത്ര ചെയ്യല്ലേ, അപ്പം ഞങ്ങളുടെ സ്വാമി ഫോട്ടത്തിന് മുന്നിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടും കൂടിയാട്ടോ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. എപ്പോഴും നല്ല കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നൊരു പതിവുണ്ട്. ഞങ്ങൾ ഗുരുവായൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രാവലർ ബുക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഷൈജേട്ടൻ്റെ ഫ്രണ്ട്സ് വഴിയാണ് ഞങ്ങൾ ട്രാവലർ ബുക്ക് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ രാവിലെ 2:30ക്കാണ് ഞാൻ മൂപ്പരാളെ എണീപ്പിച്ച് മേലൊക്കെ കഴുകി കൊടുത്ത കേട്ടോ. തേച്ചിട്ട് തല നനച്ചിട്ടില്ല. തല നനച്ച് കഴിഞ്ഞാൽ പിന്നെ നീരിറക്കും പനിയൊക്കെ വരുമല്ലോ കയറ്റിയിട്ട് തോത്തോണ്ട് നല്ല നനച്ചിട്ട് തല തുടച്ച് കൊടുത്താൽ കേട്ടോ. വേറെ ഒന്നുണ്ടല്ലോ, ഇപ്പോൾ 2 പനി മാറിയിട്ടേ ഉള്ളൂ. പോക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. പനി മാറാതെ നമുക്ക് പോകാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ പണിത റോട്ടുമ്പോൾ കൂടി ആയിട്ടാണ് നമ്മൾ ഗുരുവായൂരിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ റോഡിൻ്റെ അടുത്തിൽ സ്ട്രീറ്റ് ലൈറ്റുകളില്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തപ്പോൾ വീഡിയോയിൽ ഒരു രസമില്ല, നേരിട്ട് കാണാനായിരുന്നു കേട്ടോ ഭംഗിയുണ്ടായിരുന്നത്. എനിക്ക് വഴിയിൽ നിന്ന് കുറച്ച് ആൾക്കാരെയും കൂടി കൂട്ടാനുണ്ടായിരുന്നു. വേറെ ആരുമില്ല, എൻ്റെ അമ്മയും അനിയത്തി അമ്മമ്മേനെ. എൻ്റെ വീട് റോഡിൻ്റെ അടുത്താണ് കേട്ടോ, ഇപ്പം ഉണ്ടാക്കിയ റോഡിൻ്റെ അടുത്ത്. അപ്പോൾ അവിടുന്ന് അവരെയും കൂട്ടി എഡ്രിക്കോട് പോയിട്ട് ചേച്ചീനെയും ഏട്ടനെയും മോനെയും കൂട്ടി 2 മണിക്ക് എണീറ്റല്ലേ. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഉറക്ക് കണ്ണിൽ വന്ന് കളിക്കുന്നുണ്ട്. പക്ഷേ തേജ് എൻ്റെ അടുത്തുണ്ടായതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ 5:45 ഇവിടെ ഗുരുവായൂർ എത്തിയിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ ഗുരുവായൂരിന് ചോറൂണും കഴിഞ്ഞ് ചായയും കുടിച്ചിട്ട് ആനപ്പന്തിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആനപ്പന്തിയിലെത്തിയിട്ട് ഞങ്ങൾ നേരെ വടക്കുംനാഥസ്വാമി ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി പ്ലാനിട്ട് നിന്നിരുന്നു കേട്ടോ. പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ കഴിഞ്ഞില്ല, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഇനി ഇവിടുന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുമ്പോൾ 1 മണിക്കൂറുണ്ട്. അപ്പോഴേക്കും അമ്പലത്തിൽ എത്താൻ പറ്റുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംശയത്തിൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തു അവിടെ എപ്പോഴാണ് നട അടയ്ക്കുകയെന്ന്. അപ്പോൾ നോക്കുമ്പോൾ 11 മണിക്ക് അടിക്കും. പക്ഷെ ഞങ്ങൾ ഇവിടെ തന്നെ 10:30 ആയപ്പോഴാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ 1 മണിക്കൂർ യാത്രയും കൂടി ആകുമ്പോൾ പറയും വേണ്ടല്ലോ. അപ്പോൾ അവിടെ ക്ലോസ് ചെയ്യുന്ന ഉറപ്പായതുകൊണ്ട് ആ പോക്ക് ഞങ്ങൾക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ടൊരു സങ്കടമുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും പോകാൻ യോഗം ഉണ്ടാകുമെന്ന് വിചാരിക്കുക. എന്തായാലും വന്ന സമയത്ത് ഇവിടെ കയറാൻ പറ്റില്ല, അതെന്നെ വലിയൊരു ഭാഗ്യം എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഒരുപാട് ആനകളെ കാണാൻ പറ്റി, വലുതും ചെറുതുമായിട്ടുള്ള ആനകൾ കേട്ടോ. ഒന്നിനൊന്ന് മെച്ചെന്ന് പറയാം. ആനേനെയൊക്കെ പണ്ട് ഫ്രീ ആയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ വേറെ എങ്ങനെയല്ല, എൻ്റെ വീട് റോഡിൻ്റെ അടുത്തായതുകൊണ്ട് ഈ ആനകളെ നടത്തിച്ച് കൊണ്ടുപോകുമ്പോഴും അതുപോലെ ലോറിയിലൊക്കെ ആക്കി കൊണ്ടുപോകുമ്പോഴും അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രീ ആയിട്ട് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ കേട്ടോ ഉദ്ദേശിച്ചത്. ടിക്കറ്റ് എടുത്ത് കാണാൻ, അങ്ങനെ മൃഗശാലയിൽ പോയി കാണാൻ അങ്ങനെയൊന്നുമല്ല കേട്ടോ. എന്നതിന് ശേഷം ഇപ്പോഴാണ് ആനനെ കാണുന്നത്. പക്ഷേ ഒരുപാടുണ്ട് ഇവിടെ ആനകൾ. അങ്ങനെ ആനൻ്റെ എന്താ പറയുക, കണ്ടപ്പോൾ ആനനെ കാണാനൊരു പൂതി തീർന്നെന്ന് പറയാം കേട്ടോ. അങ്ങനെ ഇവിടെ റൗണ്ട് അടിച്ച് അങ്ങനെ കാണുകയാണ്. അപ്പം നോക്കുമ്പോഴെന്താ, കുറേ ആനകൾ അവിടെ ദൂരമായിട്ടും അടുത്തായിട്ടും പിന്നെ ഓരോന്ന് കൂട്ടിലായിട്ടും തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കളിച്ചുകൊണ്ടിരിക്കുന്നു. പല വിധത്തിൽ പല കോലത്തിലും കിടന്നുകൊണ്ടും കളിച്ചുകൊണ്ടും ചിരിക്കുന്ന ആനകളെ കാണാൻ പറ്റിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ട് എല്ലാവരും കൂടി ഒരു ആനപ്പന്തി റൗണ്ട് അടിച്ച് കാണാനായിട്ട് നടന്നിരുന്നത്. ഞാനും ഷൈജേട്ടനും അമ്മയും അമ്മയൊക്കെ ആദ്യമേ വന്നെത്തി. ബാക്കിയുള്ളവരിതാ സാവകാശത്തിൽ വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഗുരുവായൂരിൽ എടുത്ത ഫോട്ടോസും വീഡിയോസും കുറച്ച് ഞാൻ ഈ വീഡിയോയ്ക്ക് ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.